നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ആംപിയേഴ്സ് ലോയുടെ ഡെറിവേഷൻ ആയിരുന്നു ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ലോ കൂടി നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. ആൻഡ് ദിസ് ലോ പർട്ടിക്കുലർലി കോൾഡ് ദ ഗോസസ് ലോ ഇൻ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്നറിയപ്പെടാറുണ്ട്. ഓക്കെ, സോ ഗോസസ് ലോ ഇൻ മാഗ്നെറ്റോസ്റ്റാറ്റിക്സ് എന്നുകൂടി ഈ ലോ അറിയപ്പെടാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് വെക്റ്റർ പൊട്ടൻഷ്യൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാഗ്നറ്റിക്, അതായത് നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ പഠിച്ചതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ ഇവിടെയും ലേൺ ചെയ്യും. അത് പഠിക്കുന്ന സമയത്ത് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന ലോ എന്ന് പറയുന്നത് നമ്മൾ ഡെൽ ക്രോസ് ബി, ദ കേൾ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ദാറ്റ് കേൾ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0j എന്നുള്ള റിസൾട്ട് വരെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇത് ആൻഡ് ദിസ് ഈസ് കോൾഡ് ദ ആംപിയേഴ്സ് ലോ. ഓക്കെ, ആൻഡ് ഇത് ആൻഡ് ഇറ്റ് ഈസ് ഇൻ ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, കാരണം ഇതിന് ഡിഫറൻഷ്യൽ നമ്മൾ ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ഒക്കെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫറൻഷ്യൽ ഫോം എന്ന് വിളിക്കുന്നത്. കാരണം ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ടാണ്. അതായത് ഡെൽ ക്രോസ് ബിയെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. ഡെൽ ക്രോസ് ബി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതിനകത്തെല്ലാം എന്തുണ്ടാവും, ഡെറിവേറ്റീവ്സ് ഉണ്ടായിരുന്നു. സം ഡോ ബൈ ഡോ എക്സും ഡോ ബൈ ഡോ വൈ ഒക്കെ പല ഫോമിലുണ്ടാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡിഫറൻഷ്യൽ ഫോം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നൗ വി ക്യാൻ മേക്ക് ദിസ് ഇൻ ടു ആൻ ഇൻ്റഗ്രൽ ഫോം. എങ്ങനെയാണ്, നമുക്കിതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രൽ എടുക്കാം. ലെഫ്റ്റും റൈറ്റും ഡോട്ട് ഡി എ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ μ0j ഡോട്ട് ഡി എ എന്ന് എനിക്ക് എഴുതാം. ആൻഡ് ഈ ലെഫ്റ്റ് സൈഡിലെ ഡെൽ ക്രോസ് ബി ഡോട്ട് ഡി എ എന്ന് പറയുന്നതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് യൂസിങ് ദ സ്റ്റോക്സ് തിയറം ഇതിനെ എന്താക്കാം, എനിക്കൊരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ആക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ബി ഡോട്ട് ഡി എൽ. ദിസ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ ജെ ഡോട്ട് ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ ടോട്ടൽ ഐ എൻക്ലോസ്ഡ്. ഓക്കെ, അപ്പം ഇങ്ങനെ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് കോൾഡ് ആംപിയേഴ്സ് ലോ ഇൻ ഇൻ്റഗ്രൽ ഫോം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ഇത് രണ്ടും മാറി തിരിഞ്ഞൊക്കെ ചോദിക്കാം. എക്സ്പ്രസ് ഇൻ ഡിഫറൻഷ്യൽ ഫോം എന്നോ ഇൻ്റഗ്രൽ ഫോം എന്നോ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യുന്നത് നമുക്കൊരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയ നമുക്ക് ഒരു ആർബിട്രറി ആയിട്ടൊരു ഏരിയ കൺസിഡർ ചെയ്യാം. എങ്ങനെയാണോ നമ്മൾ ഇക്വലൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരു കൂളംസ് ലോ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കൂളംസ് ലോ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാക്കിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എനി അറേഞ്ച്മെൻറ്റ്. ഓക്കെ, എനി പോസിബിൾ അറേഞ്ച്മെൻറ്റ് കാരണമുള്ള ഇത് കണ്ടുപിടിക്കാം. അവിടെയും പക്ഷേ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ബുദ്ധിമുട്ടായിട്ട് വന്നു. അപ്പം നമ്മൾ സിമെട്രി എന്ന് പറയുന്ന അല്ലെ സിമെട്രിയെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ലോ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് ആരെ കണ്ടുപിടിച്ചിരുന്നു, ഗോസസ് ലോയെ നമ്മൾ കണ്ടുപിടിച്ചിരുന്നു ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പം ഗോസസ് ലോ നമുക്ക് കിട്ടി. ആ ഗോസസ് ലോ ഉപയോഗിച്ച് നമുക്ക് പല പ്രോബ്ലംസും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നം എന്താണ്, ഗോസസ് ലോ എല്ലാത്തിലും തിയറട്ടിക്കലി ഇറ്റ്സ് ഓക്കെ, പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് ചെയ്തെടുക്കാൻ എപ്പോഴും പറ്റില്ല. സിമെട്രി ഉള്ളിടത്ത് മാത്രമേ, അല്ലെങ്കിൽ സിമെട്രി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേ പ്രശ്നം ഇവിടെയുണ്ട്. ആൻഡ് നമുക്കറിയാം ഗോസസ് ലോയിലേക്ക് വന്നപ്പോൾ നമ്മൾ എടുത്തത് എന്തായിരുന്നു, ഡെൽ ഡോട്ട് ടി ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 അതായിരുന്നല്ലോ. അപ്പം നമ്മളവിടെ അതിനെ ഇൻ്റഗ്രൽ ഫോമിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ അവിടെ എടുത്തത് ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരുന്നു, അല്ലേ, ഒരു സർഫസ് എടുത്തു. ഓക്കെ, ആ സർഫസിനകത്തുള്ള ചാർജ് ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു ആൻഡ് ഇ ഡോട്ട് ഡി എസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി എൻക്ലോസ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സർഫസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡോട്ട് ഡി എസ്, ഒരു ടോട്ടൽ, അത് ഒരു സൈഡ് എന്ന് പറഞ്ഞത് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ആയിരുന്നല്ലോ ഏത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ. ഇവിടെ നോക്കുക ബി ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലും ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസുമാണ് എടുക്കുന്നത്. ഇവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കും, ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് എടുക്കും. അതിനെ നമ്മൾ ഗോസിയൻ സർഫസ് എന്നൊക്കെ വിളിച്ചത്. അപ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലേക്ക് വന്നപ്പോൾ എന്താണ് വ്യത്യാസം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബയോട്ട്-സവാർട്ട്സ് ലോയിൽ നിന്നാണ്. ഓക്കെ, ബയോട്ട്-സവാർട്ട്സ് ഉണ്ടെങ്കിലുള്ള അഡ്വാൻറ്റേജ് എന്താ, വി ക്യാൻ കാൽക്കുലേറ്റ് എനി ഫീൽഡ്. ഓക്കെ, ആർബിട്രറി എനി ഫീൽഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റഗ്രേഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. എനിവേ വി ക്യാൻ കാൽക്കുലേറ്റ് എനി ഫീൽഡ്. ഓക്കെ, പക്ഷേ അവിടെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിമെട്രി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ് എന്ത്, നമ്മുടെ ആംപിയേഴ്സ് ലോ. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ, അപ്പം അതാണ് എന്ത്, നമ്മുടെ ആംപിയേഴ്സ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ആംപിയേഴ്സ് ലോയിൽ നമ്മൾ എടുക്കുന്ന എന്താണ്, ഒരു ലൈൻ ഇൻ്റഗ്രലാണ്. സോ ആ ലൈൻ ഇൻ്റഗ്രൽ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്, അതിനകത്തൂടെ പോകുന്ന കറണ്ട്, ഓക്കെ, അതിനകത്തൂടെ ക്രോസ് ചെയ്ത് പോകുന്ന ടോട്ടൽ കറണ്ടാണ്
എന്ത് റൈറ്റ് സൈഡിൽ വരുന്നത്, ദാറ്റ് ഈസ് ആ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ദെൻ നമ്മളൊരു ബൗണ്ടറി എടുക്കുന്നുണ്ടായിരിക്കും. ഈ ബൗണ്ടറിയിലൂടെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബൗണ്ടറിയിലൂടെ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഡി എൽ എലമെൻറ്റ് എടുക്കണം. ഇതൊരു ഡി എൽ എലമെൻ്റ് ആണ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ദെൻ ഇത് ഡി എൽ എലമെൻ്റ് ആണെങ്കിൽ, ഓക്കെ, ഇതൊരു ഡി എൽ എലമെൻ്റ് ആണെങ്കിൽ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ബിയുടെ ഡയറക്ഷൻ നോക്കുക. ബി ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക, ഡി എൽ ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഇവിടെ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഇവിടെ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് വേണം നമ്മൾ കംപ്ലീറ്റ്ലി ചെയ്യാൻ. പക്ഷേ നമുക്ക് എല്ലായിടത്തും ഇങ്ങനെ ഡോട്ട് കണ്ടുപിടിക്കേണ്ടി വരില്ല. ഒരു സിമെട്രി എന്ന് പറയുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ ഈസിലി പിക്ക് ഔട്ട് ദിസ് ബി. ഓക്കെ, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എല്ലിനകത്തുനിന്ന് ഈ ബിയെ നമുക്ക് ഇനി പുറത്തെടുക്കാൻ പറ്റും. നമ്മൾ എങ്ങനെയാണോ ഇ ഡോട്ട് ഡി എസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പലയിടത്തും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഇനി പുറത്തെടുത്തിട്ട് നമ്മൾ ആക്ച്വലി ഇൻ്റഗ്രൽ ഡി എസ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. ഈ കോൺസ്റ്റൻ്റ് ആണെന്ന് എടുക്കും ഓവർ ദാറ്റ് സർഫസ്. അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മൾ ഗോസസ് ലോ ചെയ്തപ്പോൾ ചൂസ് ചെയ്ത സർഫസിൻ്റെ പ്രത്യേകത എന്താണ്, ആ സർഫസിൽ എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഡയറക്ഷൻ എപ്പോഴും ഡി എസുമായിട്ടൊരു കോൺസ്റ്റൻറ്റ് ഡയറക്ഷൻ കോൺസ്റ്റൻറ്റ് ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിലുമായിരുന്നു. അപ്പോൾ എനിക്കത് സുഖമായിട്ട് ഇനി പുറത്തെടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇയെ പുറത്തെടുത്തുകൊണ്ടിരുന്നത്. അതേപോലെ ഇവിടെ ബി എയും പുറത്തെടുക്കാവുന്ന രീതിയിലുള്ള പാത്തുകളായിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. അല്ലാതെ ഏത് പാത്തിലും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തിയററ്റിക്കലി പറയാം, പക്ഷേ പ്രാക്ടിക്കലി ചെയ്തെടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ലൂപ്പ് എടുക്കുന്ന സമയത്ത് വി ക്യാൻ ടേക്ക് ഇറ്റ് ബോത്ത് എയ്തർ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കറണ്ടും, അതായത് നമുക്കൊരു കറണ്ട്, അതിന് ഒരു ലൂപ്പുണ്ട്, ആ ലൂപ്പിലൂടെ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ കറണ്ടിനെ ഞാൻ എങ്ങനെയാണ്, കറണ്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നെങ്ങനെ തീരുമാനിക്കും. ഓക്കെ, അതിൻ്റെ കാരണം എന്താ, അപ്പം ഇങ്ങനെ ഒരു സർഫസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ സർഫസിലൂടെ അങ്ങോട്ട് പോകുന്ന കറണ്ടുകളുണ്ടാവും, അതേപോലെ തന്നെ സംടൈംസ് ഇങ്ങോട്ട് വരുന്ന കറണ്ടുകളുണ്ടാവും. ഓക്കെ, യു ഹാവ് ടു ടേക്ക് എയ്തർ വൺ ആസ് പോസിറ്റീവ് ആൻഡ് അതർ ആസ് നെഗറ്റീവ്. ഓക്കെ, അപ്പം അതെടുക്കുന്നതിനൊരു കൺവെൻഷൻ ഉണ്ട്. ആ കൺവെൻഷനാണ് നമ്മൾ പറയുന്നത്. അതായത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ, റൈറ്റ് ഹാൻഡ് റൂളാണ്. എന്ത് ചെയ്യണം, റൈറ്റ് ഹാൻഡ് റൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ലൂപ്പ് ഉണ്ടാക്കുന്നു. ആദ്യം ലൂപ്പാണല്ലോ ഉണ്ടാക്കുക, എന്നിട്ടാണ് അതിനകത്തൂടെ കറണ്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പം ലൂപ്പ് ഉണ്ടാക്കുന്നു. ആ ലൂപ്പിൻ്റെ ഒരു ഡയറക്ഷൻ ഞാനങ്ങ് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫിക്സ് ചെയ്തു എന്ന് വിചാരിക്കും. അങ്ങനെ ലൂപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എൻ്റെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഫിംഗേഴ്സിനെ എന്ത് ചെയ്യുക, 4 ഫിംഗേഴ്സിനെ എക്സാക്ട്ലി ഈ ഡയറക്ഷനിൽ വെക്കുക. ഓക്കെ, എൻ്റെ ഈ ഡയറക്ഷൻ. ഓക്കെ, റൈറ്റ് ഹാൻഡിനെ കൊണ്ടുവന്ന് ഫിംഗർ എന്ത് ചെയ്യുക, ഈ ഡയറക്ഷനിലേക്ക് വെക്കുക. ഇനി അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമ്പിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം തമ്പ് എങ്ങോട്ടിരിക്കും, ഇങ്ങനെ ഇരിക്കും അല്ലേ. അല്ലെങ്കിൽ ഞാനൊരു ചരിച്ചൊരു സർഫസ് വരയ്ക്കാം, അപ്പോൾ കുറച്ചുകൂടെ ചിലപ്പോൾ ക്ലിയർ ആവുമായിരിക്കും. സേ ഇമാജിൻ എ സർഫസ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പം ഇതൊരു ചരിഞ്ഞ സർഫസാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇട്ടു. ഓക്കെ, അപ്പം ഇതിനകത്തൂടെ ഞാനൊരു കറണ്ട് ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു, ഇപ്പുറത്തൂടെ പാസ് ചെയ്ത് പോകുന്നു എന്ന് വിചാരിക്കും. ഇങ്ങനെ ചരിഞ്ഞിരിക്കാം. ഓക്കെ, ഐ തിങ്ക് യു ക്യാൻ ഇമാജിൻ. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഫൈൻ. അപ്പം ഇതാണ് നമ്മുടെ ഡയറക്ഷൻ എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ കൈ അവിടെ കൊണ്ടുവന്ന് കേൾ ചെയ്ത് ഇങ്ങനെ വെക്കണം. ഓക്കെ, അങ്ങനെ കേൾ ചെയ്ത് വെക്കുമ്പോൾ തമ്പ് എങ്ങോട്ടിരിക്കും, ദ തമ്പ് വിൽ പോയിൻറ്റ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ. ഇതാണ് എന്ത്, തമ്പിൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഇല്ലെങ്കിൽ ഇതിനെ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതായത് ഇതൊരു ഇത് എക്സ് വൈ എന്ന് വിചാരിക്കുക. എക്സ് വൈ പ്ലെയിനിലിരിക്കുന്ന ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഡയറക്ഷൻ ഇതാണെങ്കിൽ ഇവിടുത്തെ കറണ്ടിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്തായിരിക്കും, ദിസ് വിൽ ബി ദ പോസിറ്റീവ് ഡയറക്ഷൻ. കാരണം ഇവിടെ നിങ്ങൾ ഫിംഗർ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കേൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തമ്പ് എങ്ങോട്ടായിരിക്കും, ഇറ്റ് ഈസ് ടുവേർഡ്സ് യു ഓർ എവേ ഫ്രം ദ ബോർഡ്. ഓക്കെ, ഇൻ ടു ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഇതായിരിക്കും കറണ്ടിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം, ഈ കേസ് നോക്കുക, ഈ കേസിലേക്ക് വീണ്ടും തരാം. നമ്മൾ ഈ തമ്പിൻ്റെ ഡയറക്ഷൻ ഇതാണല്ലോ. അപ്പം ഈ ഡയറക്ഷനെയാണ് ഞാൻ എന്ത് വിളിക്കുക, കറണ്ടിൻ്റെ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഈ ഡയറക്ഷനിൽ ഏതെങ്കിലും കറണ്ട്, അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് അകത്തോട്ടാണ്, I2 അകത്തോട്ടാണ്, ആൻഡ് ദർ ഈസ് അനദർ കറണ്ട് ഇങ്ങോട്ട് ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് I3. ഓക്കെ, I1 I2 I3 ഇങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ കറണ്ടിനെ എടുക്കുന്ന സമയത്ത്, അതായത് μ0 × I എന്ന് ചെയ്യണമല്ലോ. അപ്പം
I1നെ ഞാൻ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. എന്തുകൊണ്ട്? പോസിറ്റീവ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷൻ ഞാനൊരു യെല്ലോ ലൈനിൽ മാർക്ക് ചെയ്യാം. സോ പോസിറ്റീവ് ഇതാണ്. പോസിറ്റീവ് ഇതാണെങ്കിൽ അതിന് ഓപ്പോസിറ്റാണ് I1. സോ I1 ഷുഡ് ബി നെഗറ്റീവ് ആൻഡ് പ്ലസ് I2 ഷുഡ് ബി നെഗറ്റീവ്. ഓക്കെ, കാരണം അതെല്ലാം ഓപ്പോസിറ്റാണ്. പ്ലസ് I3 ഷുഡ് ബി പോസിറ്റീവ്. ഇങ്ങനെ വേണം എടുക്കാൻ. ഓക്കെ, അപ്പം ഇതാണ് എന്ത് ഒരു കൺവെൻഷൻ ഓഫ് ടേക്കിംഗ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ദ ഡയറക്ഷൻ ഓഫ് ദ ലൂപ്പ്. ഓക്കെ, ഇത്രേ ഉള്ളൂ നമുക്ക് അതിനകത്ത് പറയാൻ. നമുക്ക് ഈവൻ ആ ഡയറക്ഷൻ കൺസിഡർ ചെയ്യാതെ തന്നെ വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം മാഗ്നറ്റിക് ഫീൽഡ് ചിലപ്പോൾ ഒരു ഇഷ്യൂവിൽ വരാം. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു എന്നുണ്ടെങ്കിലും നമുക്ക് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡ് കറക്റ്റ് ആണോ എന്ന് റീചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് വലിയ പ്രശ്നം വരത്തില്ല. എനിവേ അങ്ങനെ ഒരു കൺവെൻഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി നമുക്ക് അപ്ലൈ ചെയ്യാൻ. ഒന്നുകൂടെ ഞാൻ പറയാം, അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തേ ഉള്ളൂ, ഇൻ്റഗ്രൽ B.dl ഈസ് ഈക്വൽ ടു μ0I. അതായത് ഇത് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ ഇൻ്റഗ്രൽ E.ds ഈസ് ഈക്വൽ ടു ഓക്കെ എന്തായിരുന്നു Q/ε0 എന്നെഴുതിയ അതേപോലെയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടാക്കി. ആ സർഫസിലൂടെ എത്ര ഫ്ലെക്സ് ഉണ്ടെന്ന് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് വിൽ ബി ദ Q എൻക്ലോസ്ഡ്. ഓക്കെ, അതായത് ആ സർഫസിനകത്തുള്ള. അതേപോലെ ഇവിടെ എന്താണ് I എൻക്ലോസ്ഡ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, എനിക്കൊരു ഒരു പർട്ടിക്കുലർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഓർ സംതിങ് എൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ചുറ്റും എന്ത് ചെയ്യണം, ഒരു ലൂപ്പ് ഉണ്ടാക്കണം. ആ ലൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിന് ചുറ്റും എന്ത് ചെയ്യണം, B.dl ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം വിച്ച് വിൽ ബി ഈക്വൽ ടു μ0 ടൈംസ് ദ I എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ഇത്രേ ഉള്ളൂ. അപ്പം പുറത്തുകൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഗോസസ് ലോയിൽ പറഞ്ഞ പോലെ കൺസിഡർ ചെയ്യാൻ വേണ്ട. ഓക്കെ, ഇത്രേ ഉള്ളൂ അതിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പരിപാടി. അപ്പം നമുക്കത് നോക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പഠിച്ച ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെയും പ്രശ്നം ഇതാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ഒരു പ്രശ്നമെന്ന് വിളിക്കാൻ പറ്റുമെന്നറിയില്ല. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ്. ആദ്യത്തേത് ആപ്ലിക്കേഷൻ നമ്മൾ ഗോസസ് ലോ ആപ്ലിക്കേഷൻ പഠിച്ച പോലെ തന്നെ. ഒന്നാമത്തത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് at a distance s from an infinite straight wire carrying a steady current I. ഓക്കെ, ഇത് നമ്മൾ ഫൈനൈറ്റിൻ്റെ കേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിനെ നമ്മൾ എന്തിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഫൈനൈറ്റ് ആണെങ്കിൽ മറ്റേ നമ്മുടെ cos⁻1 - cos⁻2 എന്നുള്ള ഫോമിൽ വന്ന ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ ആണോ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, സെയിം ഇക്വേഷൻ എടുക്കുന്നു. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു ഡു. ഓക്കെ, സെയിം ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പോവാം, യൂസിങ് ആംപിയേഴ്സ് ലോ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള വയറാണ്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങോട്ടും ഇൻഫൈനൈറ്റ് ലോങ് ആണ്, ഇങ്ങോട്ടും ഇൻഫൈനൈറ്റ് ലോങ് ആണ്. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു അറ്റ് എ ഡിസ്റ്റൻസ് S. ഓക്കെ, ഒരു സെക്കൻഡ്, S ഡിസ്റ്റൻസിലൊരു പോയിന്റ് എടുത്തു. ഓക്കെ, പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളിതും അവിടെയും ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് ഇനിയൊരു ലൂപ്പ് കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ലൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ B.dl ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ S ഡിസ്റ്റൻസ്, ഈ പോയിന്റിലെ B ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വി ആർ കൺസ്ട്രക്റ്റിംഗ് എ ലൂപ്പ്. ഓക്കെ, കൺസ്ട്രക്റ്റിംഗ് an ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, പിന്നെ നമ്മൾ ഗോസിയൻ സർഫസ് എന്ന് അവിടെ പറഞ്ഞതുപോലെ ഇവിടെ നമുക്കതിനെ ആംപീരിയൻ ലൂപ്പ് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഇതിനകത്തൂടെ കയറി ഇറങ്ങി പോവാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഓക്കെ, ഫൈൻ, ഇതാണ് നമ്മുടെ കേസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപീരിയൻ ലൂപ്പ്. അപ്പോൾ ഈ ആംപീരിയൻ ലൂപ്പിന് നമുക്കൊരു ഡയറക്ഷൻ കൊടുക്കാം. അപ്പോൾ ആദ്യം കറണ്ട് പോകുന്ന ഡയറക്ഷൻ, ലെറ്റ് ദിസ് ബി ദ ഡയറക്ഷൻ. ഇവിടുന്ന് അങ്ങോട്ടാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട് പോകുന്ന ഡയറക്ഷൻ പോസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലൂപ്പിനെ എങ്ങനെ എടുക്കണം, ഞാൻ ഇങ്ങനെ എടുക്കണം. ഞാൻ അങ്ങനെ എടുക്കുന്നു എന്നേ ഉള്ളൂ, തിരിച്ച് വേണമെങ്കിൽ എടുക്കാം, നോ പ്രോബ്ലം. ഇനി ഞാൻ ഇവിടെ തൽക്കാലം ഇങ്ങനെ എടുത്തു. ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, വി ഹാവ് ടു കാൽക്കുലേറ്റ്
ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ. ഓക്കെ, ഈ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും അത്യാവശ്യം, പലപ്പോഴും നമ്മളത് പലയിടത്തും അത് ചെയ്യാതെ ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യുന്നത് കാണാം, പക്ഷേ എപ്പോഴും ചെയ്യേണ്ടത്, എല്ലായിടത്തും ചെയ്യേണ്ടത് ബിയുടെ ഡയറക്ഷൻ എന്താണെന്നൊരു സെൻസ് ഉണ്ടാക്കണം. ബിയുടെ വാല്യൂ നമുക്കറിയണ്ട, പക്ഷേ ഇത് കാരണമുണ്ടാവുന്ന ബിയുടെ ഡയറക്ഷൻ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അതറിയാമെങ്കിലേ എനിക്കിത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂ. എന്താ കാരണം? ഇപ്പോൾ സപ്പോസ് ഇങ്ങനെ വിചാരിക്കാം, ഞാൻ അതിൻ്റെ കാരണം വേറൊരു രീതിയിൽ പറയാം. നമുക്ക് ഈ കേസിൽ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് അറിയാം, ഇവിടെ നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എപ്പോഴും എന്ത് യൂസ് ചെയ്യാം? ഒരു സിംഗിൾ ലൈനൊക്കെ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് എങ്ങനെയായിരിക്കും? കറണ്ട് വിൽ ബി മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇതേപോലെ ഈ ലൂപ്പ് എങ്ങനെയാണോ ഞാൻ വരച്ചത് അതേപോലെ തന്നെ ആയിരിക്കും അല്ലേ? ലൂപ്പ് ഒന്നുകൂടെ ഞാൻ മാറ്റി വരയ്ക്കാം, നേരത്തെ കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടായി. ഓക്കെ, ലൂപ്പ് ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഓക്കെ ഓക്കെ ഇതാണ് ലൂപ്പ്. ഇത് മേളിൽ കൂടെ കാര്യം ചെയ്യാം, പുതിയ ഫിഗർ വരയ്ക്കും, അതായിരിക്കും നല്ല. let this be our loop. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? we can draw a line like this. I think this is better. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചു. ഓക്കെ, ഇതിൻ്റെ കളറൊന്ന് മാറ്റിക്കാം. ലെറ്റ് ദ ആംപീരിയൻ ലൂപ്പ് ഹാസ് എൻ യെല്ലോ കളർ. ഓക്കെ, അപ്പം ആംപീരിയൻ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. സോ ഇത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ടുവേഴ്സ് ദ റൈറ്റ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതാണ് കറണ്ട് ഫ്ലോ. ഇത് ഇൻഫൈനൈറ്റ് ലൂപ്പാണ്. അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? എസ് ആണ്. എസ് ഡിസ്റ്റൻസ് എവേ കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടുത്തെ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബി ഡോട്ട് ഡി എൽ ആണ്. പക്ഷേ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തറിയണം? ഇതിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് അറിയണം. അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതിൻ്റെ റീസൺ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാം ഈ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് ഞാൻ ഇതിനെ എടുത്ത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കറണ്ട് ക്യാരിയും കണ്ടക്ടറിനെ എടുത്ത് കയ്യിൽ പിടിച്ചു, റൈറ്റ് ഹാൻഡിൽ പിടിച്ചു, തമ്പ് എവിടെ ഇങ്ങോട്ടാണെങ്കിൽ എൻ്റെ ഫിംഗേഴ്സ് എന്ത് ചെയ്യും? ഇങ്ങനെ കേൾ ചെയ്യും അല്ലേ? അതായത് ഞാൻ ഈ ആംപീരിയൻ ലൂപ്പ് വരച്ചിരിക്കുന്ന അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും എന്തുണ്ടാവുക? അതേപോലെ സർക്കിൾസ് ആയിട്ടാണ് എന്ത് വരിക? എൻ്റെ മാഗ്നറ്റിക് ഫീൽഡും വരിക. ഓക്കെ, അതായത് എസ് എവേ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനും എന്തായിരിക്കും? ഇതേപോലെ സർക്കുലാർ ആയിരിക്കും. അല്ലെങ്കിൽ വി സ്പെസിഫിക്കലി സേ ദാറ്റ് ദ ബി ഈസ് സർക്കംഫറൻഷ്യൽ. ഓക്കെ, സർക്കുലാർ എന്ന് പറയുന്നതിന് പകരം സർക്കംഫറൻഷ്യൽ എന്ന് വെച്ചാൽ എക്സാക്ട്ലി ഞാൻ ഈ ആംപീരിയൻ ലൂപ്പ് വരച്ച അതേ സർക്കംഫറൻഷ്യൽ തന്നെയായിരിക്കും ഇതിൻ്റെ ഷേപ്പ്. ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഈ വയറിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇതെങ്ങനെ ഇരിക്കും? ഈ ഫിഗറിനെ ഞാൻ ഒന്ന് മാറ്റി വരയ്ക്കാം. സോ നേരെ നോക്കുമ്പോൾ ഇതെന്തായിട്ട് തോന്നും? സർക്കിളായിട്ട് തോന്നും. നമ്മുടെ കറണ്ട് എന്ത് ചെയ്തു? നേരെ അങ്ങോട്ട് പോകുന്നു. ദെൻ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ആംപീരിയൻ ലൂപ്പ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു കളറിൽ വരയ്ക്കാം. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടായിരിക്കും, ഇവിടുത്തേത് ഇങ്ങോട്ടായിരിക്കും, ഇവിടുത്തേത് ഇങ്ങോട്ടായിരിക്കും. അതായത് കറങ്ങും. ഓക്കെ ഓക്കെ കറക്റ്റ്, അതേ ഡയറക്ഷൻ. ഓക്കെ, ഇവിടുത്തെ ഇങ്ങോട്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും. സോ ഇതാണ് നമ്മൾ പറഞ്ഞ സർക്കംഫറൻഷ്യൽ ആണെന്ന്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നും കൂടെ ഒന്ന് പറയാം. ഓക്കെ, അങ്ങനെ ലൂപ്പ്, അതായത് ഇത് സർക്കുലാർ എടുത്തുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നാണ് വേറൊരു രീതി പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഡി എൽ കൺസിഡർ ചെയ്യാം. ലെറ്റ് ദിസ് ബി എ ഡി എൽ. ഓക്കെ, ഈ ഡി എൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ ഇതാണല്ലോ. ഇനി ഡി എൽ എന്ന് പറയുമ്പോൾ ഇൻഫൈനൈറ്റൈസ്മെൻ്റ്ലി സ്മോൾ ആണ്. ഇനി അവിടുത്തെ ബിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും? ബിയും എക്സാക്ട്ലി അതേ ഡയറക്ഷൻ തന്നെ അല്ലേ? അതായത് സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിന് അതേ സിമെട്രി ഉള്ള ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ബി ഡി എൽ കോസ് തീറ്റ. ദാറ്റ് ആംഗിൾ രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ തീറ്റ എന്തായിക്കോളും? കോസ് 0 ആയിക്കോളും. സിംപ്ലി അതെന്താവും? ബി ഡി എൽ ആവും. അപ്പോൾ ഇതെന്തായി? ബി ഡി എൽ ആയി. ഓക്കെ, ഡോട്ട് മാറി.
അപ്പോൾ ഇനി എന്ത് ചെയ്യണ്ട, ഓരോ സ്ഥലത്തും നിങ്ങൾ ഡോട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ട. മാത്രമല്ല ഇത് ഒരു സിമെട്രിക് വയറാണ്, വയറിൽ നിന്ന് സിമെട്രിക് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ആണ് ഇതെല്ലാം. അതുകൊണ്ട് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. സോ ഐ ക്യാൻ ടേക്ക് ബി ഔട്ട്സൈഡ്. പിന്നെ എന്ത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ബി ഡി എൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് നമ്മൾ എപ്പോഴും ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറുതെ ചെന്ന് ഇത് അങ്ങ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്ത് നിങ്ങൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് ഒരു ധാരണയില്ലാതെ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബയോട്ട്-സവാർട്ട്സ് ലോയുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും അറിയണ്ട. അവിടെ തന്നിരിക്കുന്ന സാധനങ്ങളും ആറും ആർ ക്യാപ്പും R-R' പിന്നെ എന്താണ് കറണ്ടിൻ്റെ ഡയറക്ഷനും ഒക്കെ കൃത്യമായിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ഇൻക്ലൂഡിങ് ദ ഡയറക്ഷൻ നമുക്ക് കിട്ടും. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് കൃത്യമായി അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ DL കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഡയറക്ഷൻ കാണണമെന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഞാൻ ഇതേ സ്ഥലത്ത് ഒരു ഇതിപ്പോൾ സർക്കുലാർ ലൂപ്പ് എടുത്തു. ഞാൻ ഈ സർക്കുലാർ ലൂപ്പിന് പകരം ഞാൻ എന്ത് ചെയ്യാണ്, ഐ ആം ടേക്കിംഗ് എ റെക്റ്റാങ്കുലർ ലൂപ്പ്. ഇപ്പോൾ ഈ റെക്റ്റാങ്കുലർ ലൂപ്പ് എടുത്താലുള്ള പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ഈ ഓരോ പോയിന്റിലെയും ബിയുടെ ഡയറക്ഷൻ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടുത്തെ ബിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേൾ ചെയ്ത് വരുന്നൊരു സാധനമാണ്. സോ ഇവിടെ ബി ഇങ്ങനെയാണ്. ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ആ ഡിസ്റ്റൻസ് വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടിരിക്കും. ഇവിടെ വരയ്ക്കുമ്പം ഇങ്ങോട്ടായിരിക്കും. സേ ഇവിടെ വരയ്ക്കുമ്പോൾ ഇങ്ങോട്ടാവാം. ഓക്കെ, ഇങ്ങനെ ഓരോ പോയിന്റിലും ബിയുടെ ഡയറക്ഷൻ ഞാൻ റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്. ബിയുടെ ഡയറക്ഷൻ എന്തായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഞാൻ ഇവിടെ ഒരു DL എടുത്തു കഴിഞ്ഞാൽ ഈ ആംഗിൾ വേറെയാണ്, ഈ ആംഗിൾ വേറെയാണ്, ഈ ആംഗിൾ മറ്റൊന്നാണ്. സോ B.DL നിങ്ങൾ ഓരോ പോയിന്റിലും മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് കോസ് തീറ്റ വാല്യൂ വിൽ ഡിഫർ ഇൻ ഈച്ച് പോയിന്റ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോഴും കറക്റ്റാണ്, ആംപിയേഴ്സ് ലോ വാലിഡ് ആണ്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഐ കനോട്ട് ഇൻറ്റഗ്രേറ്റ് ഇറ്റ്. ഓക്കെ, അല്ലെങ്കിൽ ബിയെ വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പുറത്തെടുക്കാൻ പറ്റില്ല. ആ B.cos θ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, സിമെട്രി കൺസിഡർ ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള ലൂപ്പുകൾ എടുക്കുന്നത്. ഇനി എടുത്തു, ഇത്ര ആയി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. എന്താണ്, സോ ഇൻ്റഗ്രൽ എന്തായിരുന്നു, ഇൻ്റഗ്രൽ B.dl is equal to mu0 I enclosed. ഇതിനകത്ത് വരുന്ന ആകെ ഒരു ഐ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യാം. B.dl-നകത്തുനിന്ന് നമുക്ക് മനസ്സിലായി ഇത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. ബിയുടെ ഡയറക്ഷനും DL ഓരോന്ന് എടുക്കുമ്പോഴുള്ള ഡയറക്ഷനും സെയിം ആണ്. സോ ഐ ക്യാൻ ടേക്ക് B ഔട്ട്സൈഡ് ഇൻറ്റു DL, ദ ടോട്ടൽ സർക്കുലർ DL is equal to mu0 I. സോ ഇതെന്താവും, ടോട്ടൽ DL സർക്കിളിൻ്റെ ചുറ്റുമുള്ള ഈ DL-കളെല്ലാം എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 2πs. സോ into 2πs is equal to mu0 I. Okay, so B is equal to mu0 I by 2πs. അത്രേ ഉള്ളൂ. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംഗതി വളരെ ഈസിയാണ്. ഓക്കെ, ഇതിനകത്ത് പാടുള്ളൊരു സാധനം ബിയുടെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, ആ ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാവും ആ ഡയറക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഒരു പക്ഷേ ഇത് നമ്മൾ പണ്ടേ ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഡയറക്ഷനെ കുറിച്ച് ധാരണയുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. സോ B is equal to mu0 I by 2πs എന്ന് പറയുന്നതാണ് ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള. അപ്പോൾ ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, യു കനോട്ട് കാൽക്കുലേറ്റ് ഇറ്റ് ഫോർ എ ഫൈനൈറ്റ്. ഓക്കെ, കാരണം ഫൈനൈറ്റിന് വേണ്ടി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീൽഡ് നിങ്ങൾ അതുപോലെ ഇവിടെ വന്നൊരെണ്ണം എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കില്ല, എക്സാക്ട്ലി ഈ പറഞ്ഞ പോലെ സർക്കംഫറൻഷ്യൽ ആവില്ല. ഇവിടെ ഒരു നെറ്റ് ഫീൽഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതേ പ്രശ്നം എവിടെയും കണ്ടു. അതുകൊണ്ടാണ് നമ്മൾ ഗോസസ് ലോയിൽ ഇൻഫൈനൈറ്റ്ലി ലോങ് വയർ എടുത്ത പോലെ തന്നെ ഇവിടെയും സിമെട്രിക്ക് വേണ്ടി നമുക്കിത് എടുക്കേണ്ടി വരുന്നതാണ്. ഓക്കെ, പക്ഷേ ഇൻഫൈനൈറ്റ് ലോങ്ങിനും നമുക്ക് പല പ്രാക്ടിക്കൽ പർപ്പസിലും ഉപയോഗിക്കാം. എങ്ങനെ, ഇഫ് യു ആർ ഫൈൻഡിങ് ദ ഫീൽഡ് വെരി ക്ലോസ്ഡ്. ഓക്കെ, അതായത് ഇവിടെ വളരെ അടുത്താണ്, അങ്ങോട്ടും വെരി ലോങ് ഡിസ്റ്റൻസ് ആണ്, ഇങ്ങോട്ടും വെരി ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് എടുക്കാം. ഫോർ എക്സാമ്പിൾ ട്രാൻസ്മിഷൻ ലൈൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഈ കൊയാക്സിയൽ കേബിളിലൂടെയൊക്കെയുള്ള കറണ്ടൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പം കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് നമ്മുടെ സിഗ്നൽസ് പോകുന്നതും ഒക്കെ കേബിളുകളുണ്ടല്ലോ. അപ്പോൾ ആ കേബിൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ഇൻഫർമേഷൻസ് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ദൂരമാണ്. ഇതിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് നമ്മുടെ വീടിനടുത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഞാൻ ജസ്റ്റ് വെറുതെ പറയാണ്, മാഗ്നറ്റിക് ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. പക്ഷേ വയറിൻ്റെ ലെങ്ത്ത് വളരെ ഇൻഫൈനൈറ്റ് ആയിട്ടാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. സോ ഇറ്റ് ഹാസ് ആപ്ലിക്കേഷൻ.
സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്തത് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഓക്കെ ഓക്കെ ഫൈൻഡ് the magnetic field of an infinite uniform surface current K is equal to some constant K into x cap. ഓക്കെ, ഇത് കറണ്ട് ഡെൻസിറ്റിയുടെ കെ ആണ്, ഇത് കോൺസ്റ്റൻ്റ് എന്ന് കാണിക്കാനുള്ള ഒരു സ്മോൾ കെ ആണ്. ഓക്കെ, കെ എക്സ് ക്യാപ് ഫ്ലോയിങ് ഓവർ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ആൻ ഇൻഫൈനൈറ്റ് യൂണിഫോം സർഫസ് കറണ്ട് കെ ഈസ് ഈക്വൽ ടു കെ എക്സ് ക്യാപ് ഫ്ലോയിങ് ഓവർ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ സാധനം. അപ്പോൾ ഇത് കാരണമുള്ളത് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പം ഇൻഫൈനൈറ്റ് ആണ്, എക്സ് വൈ പ്ലെയിൻ ആണ്. നമുക്ക് ജസ്റ്റ് വരച്ച് തുടങ്ങാം. സോ എല്ലാ ആക്സസും വേണം. സോ എക്സ് വൈ പ്ലെയിൻ ഇതാണെന്ന് അസ്യൂം ചെയ്യാം. സോ ലെറ്റ്സ് ഇമാജിൻ ദിസ് ഈസ് എക്സ് ആൻഡ് ദിസ് ഈസ് വൈ. ഓക്കെ, ഈ എക്സ് വൈ പ്ലെയിൻ ആണ് ഞാൻ ഈ യെല്ലോയിൽ വരച്ചിരിക്കുന്ന പ്ലെയിൻ. ഓക്കെ, അപ്പം എക്സ് വൈ ഇതാണെങ്കിൽ മേളിലോട്ട് ഇസഡ് വരയ്ക്കും, അതായത് എക്സ് ക്രോസ് വൈ ഇസഡ് വരുന്ന രീതി. റൈറ്റ് ഹാൻഡ് റൂൾ തന്നെയാണ്. നമ്മൾ കേളിൻ്റെ പഠിച്ച സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ആക്സസ് വരയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. ആക്സസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂസിലൊക്കെ വ്യത്യാസം വരാം. ഓക്കെ, അപ്പം ഈ എക്സ് വൈ പ്ലെയിൻ ആണ് നമ്മുടെ ഏത് ഈ യെല്ലോ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഏത് ഈ പ്ലെയിൻ. ഓക്കെ, ഞാനത് വരയ്ക്കുന്നില്ല, ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതായത് ഒന്നുകൂടെ പറഞ്ഞാൽ വി ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തുണ്ട്, ഇങ്ങനെയൊരു ഈ ഒരു പ്ലെയിനാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ആൻ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, അപ്പം ഇതാണ് ഈ വരച്ചിരിക്കുന്നത്. അപ്പം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്, ദാറ്റ് ഈസ് കെ എക്സ്. അപ്പോൾ കെ എക്സ് ഡയറക്ഷനിലെ കറണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് കറണ്ട് ഈസ് ഈക്വൽ ടു കെ ഈസ് ഈക്വൽ ടു കെ എക്സ് ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡയറക്ഷനാണ് ഇമ്പോർട്ടൻസ്, മറ്റൊരു പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് മാത്രം. എന്ന് വെച്ചാൽ എക്സ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. ഓക്കെ, എക്സാക്ട്ലി അലോങ് ദിസ് സർഫസ്. ഓക്കെ, ഇങ്ങനെ കറണ്ട് ഒഴുകാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇങ്ങനെ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എന്ത് കെ എക്സ് ക്യാപ്പ് എന്ന് പറയുന്ന കറണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ സർഫസിൽ കൂടെ ഫുള്ള്, അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ ഈ ചെക്ക് ഡാമിൻ്റെയൊക്കെ മുകളിലൊക്കെ കണ്ടിട്ടില്ലേ, വെള്ളം ഒഴുകി പോകുന്നത് ഒരു പ്ലെയിനിലൂടെ. ആ ഡാം ഇങ്ങനെ കവിഞ്ഞൊഴുകുന്ന സമയത്ത് ഇതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതേപോലെ ഒഴുകാണെന്ന് വിചാരിച്ചത്. ആ സർഫസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒറ്റ ഡയറക്ഷനിലായിരിക്കും വെള്ളം പോകുന്നത്. ഏതാണ്ട് അതേപോലൊരു പ്ലെയിനാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകിക്കൊണ്ടിരിക്കുക. സോ കറണ്ട് ഈസ് അലോങ് എക്സ് ഡയറക്ഷൻ. ഓക്കെ, എക്സ് ഡയറക്ഷനിലാണ് കറണ്ട് കെ എക്സ് ക്യാപ്പ് ഒഴുകിക്കൊണ്ടിരിക്കണം. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഫീൽഡ്. ഓക്കെ, ഓവർ ദി സർഫസ്. ഓക്കെ, എബോവ് ദ സർഫസ്. എനിക്ക് സപ്പോസ് ഈ പോയിൻ്റ്, ഓക്കെ, ലെറ്റ് ദാറ്റ് ഡിസ്റ്റൻസ് ബി ഇസഡ് എബോവ് ഒരു പോയിന്റിലെ ഫീൽഡാണ് എനിക്ക് കാണേണ്ടത്. ഓക്കെ, ഒരു പ്ലെയിൻ ഉണ്ട്, പ്ലെയിനിന് നേരെ എബോവ് ആയിട്ട് ഒരു പോയിന്റിലെ ഫീൽഡാണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഐ എം ഗോയിങ് ടു കൺസിഡർ ആൻ ആംപീരിയൻ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ആംപീരിയൻ ലൂപ്പ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, വി ഹാവ് ടു കാൽക്കുലേറ്റ് ഓർ വി ഹാവ് ടു ഹാവ് ആൻ ഐഡിയ എബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും എന്നൊന്ന് ആലോചിക്കും. ഓക്കെ, അപ്പം ഇസഡ് എബവ് ഈ പോയിൻ്റാണ്.
നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമുക്ക് ബയോട്ട് സവാർട്ട്സ് ലോ അനുസരിച്ച് എന്തറിയാം, ബി ഈസ് ഈക്വൽ ടു μ0/4π ഇൻ്റഗ്രൽ കെ ക്രോസ് ആർ ക്യാപ്, യു നോ വാട്ട് ദിസ് ആർ ക്യാപ് ഈസ്, ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എ എന്നെനിക്ക് എഴുതാം. ഓക്കെ, നമ്മൾ ഇത് നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അതായത് നമ്മൾ ഇതിനെയാണ് എന്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്, ഇതാണ് ബയോട്ട് സവാർട്ട്സ് ലോയുടെ കറണ്ടിൻ്റെ ബേസിലുള്ള ഇക്വേഷൻ ഉണ്ട്, ഐ മീൻ ലൈൻ കറണ്ട് ഐയുടെ ബേസിലുണ്ട്, കെയുടെ ബേസിലുണ്ട്, ജെയുടെ ബേസിലുണ്ട്. അതിനകത്ത് കെയുടെ ബേസിലുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ഇതിവിടെ യൂസ് ചെയ്യാൻ കാരണം വി ആർ ഡീലിംഗ് വിത്ത് എ സർഫസ് കറണ്ട്. ഓക്കെ, അപ്പോൾ സർഫസ് കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ടാണ് നമ്മളിവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത് എഴുതിയെന്ന് ചോദിച്ചാൽ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനല്ല, നമുക്ക് ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസിങ് ദിസ്, അപ്പം ഇതിനകത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്ഷൻ തീരുമാനിക്കുന്ന പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കെ ക്രോസ് ആർ ആയിരിക്കുമല്ലോ. സോ ഈ കെ ക്രോസ് ആർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫീൽഡ്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇസഡ് എന്ന് പറയുന്ന പോയിന്റിലെ ഡയറക്ഷൻ എന്താണെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പം ഓരോന്നായിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ബിക്ക് ഒരു എക്സ് കമ്പോണൻ്റ് ഉണ്ടാവും. ഓക്കെ, ഡസ് ബി ഹാസ് ആൻ എക്സ് കമ്പോണൻറ്റ്. നമുക്ക് ആലോചിച്ച് നോക്കാം. ഒറ്റയടിക്ക് തന്നെ ആൻസർ വേണമെങ്കിൽ കിട്ടും. എന്താണ്, കെയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, എക്സ് ക്യാപ്പ് ഡയറക്ഷനാണ്. കെ എക്സ് ക്യാപ്പ് ഡയറക്ഷനിലാണെങ്കിൽ ഓക്കെ, എക്സ് ക്യാപ്പ് ക്രോസ് ആറിന് ഒരിക്കലും എന്ത് വരില്ല, എക്സിൻ്റെ ഡയറക്ഷനിലോ വരില്ല, ആറിൻ്റെ ഡയറക്ഷനിലോ വരില്ല എന്ന് നമുക്കറിയാം അല്ലേ. കാരണം എ ക്രോസ് ബി എന്ന് പറയുന്ന കിട്ടുന്ന റിസൾട്ടൻ്റ് വെക്റ്റർ എന്ന് പറയുന്നത് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ എന്തായാലും കെയുടെ ഡയറക്ഷനിൽ അതിന് കമ്പോണൻ്റ് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇത് കെ ക്രോസ് ആർ ആയതുകൊണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അങ്ങനെ പറയണ്ട, ജസ്റ്റ് ഇത് തന്നെ പറഞ്ഞാൽ മതി. എന്താണ് കാരണം, കെ ഹാസ് എ ഡയറക്ഷൻ അലോങ് എക്സ് ക്യാപ്. സോ എക്സ് ക്യാപ് ക്രോസ് ആർ വിൽ ബി ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എന്തായിരിക്കും, ഓൾവേസ് പെർപെൻഡിക്കുലർ ടു x cap. Therefore B does not have a or an x component. Okay, an x component. അപ്പം ബിക്ക് എക്സ് കമ്പോണൻ്റ് ഇല്ല. ഇനി നമുക്കറിയേണ്ടത് അതിനൊരു ഇസഡ് കമ്പോണൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇസഡ് കമ്പോണൻറ്റിനെ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര രസമാണ് ആക്ച്വലി. ഞാൻ രണ്ട് രീതിയിലും അത് പറയാം. ഓക്കെ, അതേ ഒരു ഐഡിയ വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്ന് കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു രീതി പറയാം. ഗ്രിഫിത്തിൽ പറഞ്ഞിരിക്കുന്നതല്ല, ഗ്രിഫിത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ആക്ച്വലി സിമ്പിൾ. അത് കുറച്ചൊന്ന് ചിന്തിക്കണം. നമുക്ക് ലെറ്റ്സ് ഇമാജിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു എലമെൻ്റ് എടുക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു പീസ് എടുക്കുകയാണ്, നമ്മുടെ കറണ്ട് പോകുന്ന ഒരു ചെറിയ പീസ് എടുക്കുകയാണ്, ഒരു ഡി എ. ആക്ച്വലി ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യേണ്ടതും. ഒരു ഡി എ പീസ് എടുത്ത് അത് കാരണമുള്ള ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെയുള്ള എല്ലാം കണ്ടുപിടിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതൊരു ഇൻഫൈനൈറ്റ് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഡി എ എടുത്താൽ ഓക്കെ, ഇവിടെയും എനിക്ക് സിമെട്രിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അതേപോലൊരു ഡി എ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡി എ ഇരിക്കുന്നത് എവിടെയാണ്, ഡി എ ഈസ് ആക്ച്വലി അതേ ഷേപ്പിൽ വരയ്ക്കാം ഞാൻ. ഓക്കെ, ഡി എ ഈസ് ആക്ച്വലി ഇതാണ് ഡി എ, ഇതാണ് ഡി എ. ഓക്കെ, അപ്പോൾ ഡി എ ആക്ച്വലി ഇരിക്കുന്ന എവിടെയാണ്, നമ്മുടെ സർഫസിലാണ്. ഓക്കെ, സർഫസിലെ എലമെൻ്റ് ആണല്ലോ നമ്മൾ എടുക്കേണ്ടത്. ഇനി നമുക്കറിയാം നമുക്ക് കെ ക്രോസ് ആർ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവുക. നമ്മൾ ഈ രണ്ട് കേസിന് വേണ്ടിയിട്ട് കെ ക്രോസ് ആർ അങ്ങ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവുക. ഇതാണ് കുറച്ചുകൂടെ എളുപ്പം എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇത് നമുക്ക് കുറച്ചുകൂടെ ന്യൂമറിക്കലി ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ദ 1, ദിസ് ഈസ് 2. രണ്ട് സിമെട്രിക്കലാണ്. ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി 1, 2 നമ്പർന്ന് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, കെ ക്രോസ് ആർ കാൽക്കുലേറ്റ് ചെയ്യണം ഓരോ കേസിലും. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് കെ ക്രോസ് ആർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. കെ ക്രോസ് ആർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കെ എന്ന് പറയുന്നത് കെ ഇൻറ്റു എക്സ് ക്യാപ്പാണ്. സോ നമുക്ക് ഇവിടെ കെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് ഒരു ആവശ്യമില്ല, നമുക്ക് അറിയേണ്ട ഡയറക്ഷൻ മാത്രമാണ്. സോ അതിനെ ഞാൻ എക്സ് ക്യാപ്പ് എന്ന് മാത്രം എഴുതുന്നു. ക്രോസ് ആർ വേണം. വാട്ട് ഈസ് ആർ? ഓക്കെ, അപ്പം ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ആർ ഈസ് ഈക്വൽ ടു ആർ മൈനസ് ആർ ഡാഷ് എന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നേരത്തെ തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനം. വാട്ട് ഈസ് ദിസ് ആർ? ആർ ഈസ് ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ ഫീൽഡ് പോയിന്റ്. വിച്ച് ഈസ് ദ ഫീൽഡ് പോയിന്റ്?
ഇതാണ് നമ്മുടെ ഫീൽഡ് പോയിന്റ്. ഇവിടുത്തെ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? ഇസഡ് ഡയറക്ഷനിലാണല്ലോ. സോ ഇസഡ് ഇസഡ് ക്യാപ്പ്, ഓക്കെ, ഓർ ഇറ്റ് ഈസ് അലോങ് ദ ഇസഡ് ക്യാപ്പ് എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഇസഡ് കൂടെ ഇട്ടേക്കാം. ഇസഡ് ഇട്ടാൽ ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ കൂടെ വരുമെന്നേ ഉള്ളൂ. സോ ഇസഡ് ഇസഡ് ക്യാപ്പ് ആണ് എന്ത്? ആറിൻ്റെ ഡയറക്ഷൻ. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ആർ മൈനസ് ആർ? ആർ ഡാഷിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ആർ ഡാഷിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടായിരിക്കുമല്ലോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് പ്ലസ് ആക്സിസ് ആണ്, ഇത് മൈനസ് ആക്സിസ് ആണ്, ഇത് പോസിറ്റീവ് വൈ ആണ്, ഇത് നെഗറ്റീവ് വൈ ആണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വരച്ചാൽ ഇതെന്തായിരിക്കും? ഒരു പ്ലസ് എക്സും ഓക്കെ മൈനസ് എക്സ് ക്യാപ്പ് സം എക്സ് ഇൻറ്റു എക്സ് ക്യാപ്പ് തന്നെ എഴുതാം. ദെൻ അടുത്ത എന്ത് വരും? ഇങ്ങോട്ട് വരുമ്പം ഒരു മൈനസ് വൈ ക്യാപ്പ് എന്ന് വരും. കാരണം വൈ ഇൻറ്റു വൈ ക്യാപ്പ്. ഓക്കെ, ഒരു വൈ കോർഡിനേറ്റ് ഉണ്ടല്ലോ, വൈ ഇൻറ്റു വൈ ക്യാപ്പ്. കാരണം എന്താണ്? ഇത് ലെഫ്റ്റിലേക്കാണ്. ഓക്കെ, സോ ദിസ് വിൽ ബി എ മൈനസ് വാല്യൂ. അപ്പോൾ ഇതാണ് എൻ്റെ ആർ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്താൽ മതി? ആർ ക്യാപ്പ് ഒന്നും എടുക്കാൻ പോകണ്ട, നമുക്ക് ഡയറക്ഷൻ അറിഞ്ഞാൽ മതി. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യും? ഇസഡ് ഇസഡ് ക്യാപ്പ് മൈനസ് ഓക്കെ വേണേൽ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് എന്ന് കിട്ടും. ഈ ക്രോസ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ക്രോസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇസഡ് ഒക്കെ അവിടെ കിടക്കട്ടെ. സോ എക്സ് ക്രോസ് ഇസഡ്. ഓക്കെ, അപ്പം എക്സ് വൈ ഇസഡ്. ഓക്കെ, സോറി, നേരെ തിരിച്ചെഴുതാം. എക്സ് വൈ ഇസഡ്. ഓക്കെ, ഇസഡ് ക്രോസ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, പക്ഷേ എക്സ് ക്രോസ് ഇസഡ് എന്ന് പറയുമ്പോൾ എന്താവും? മൈനസ് ഇസഡ് ആവും അല്ലേ? കറക്ഷൻ ഉണ്ടെങ്കിൽ പറയണേ. അപ്പം ഇസഡും കൂടെ ചേർത്താൽ ഇസഡ് ക്യാപ്പ്. ഓക്കെ, മൈനസ് എക്സ് ക്രോസ് എക്സ് 0, അത് ഞാൻ ചെയ്യേണ്ട. ഇനി അടുത്ത എന്താ ഉള്ളത്? എക്സ് ക്രോസ് വൈ. സോ എക്സ് ക്രോസ് വൈ ഈസ് അഗെയിൻ ഇസഡ്. ഓക്കെ, ദാറ്റ് ഇസഡ് ഇൻ ടു സോറി, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയല്ലോ. ഇത് വൈ അല്ലേ? നിങ്ങളിത് കേട്ടോണ്ടിരിക്കണം. എക്സ് ക്രോസ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ക്രോസ് എക്സ് വൈ ആണ്. അപ്പം എക്സ് ക്രോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ വൈ ആയിരിക്കും. ഓക്കെ, സോ ഇത് ഇസഡ് ഇൻറ്റു വൈ ക്യാപ്പ്. ഫൈൻ. അപ്പം ഇസഡ് വൈ ക്യാപ്പ് ആണ് എന്ത്? ഇത് എക്സ് ക്രോസ് ഇസഡ് മൈനസ് വൈ ക്യാപ്പ്. ഓക്കെ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി എക്സ് ക്രോസ് എക്സ് 0, ദെൻ എക്സ് ക്രോസ് വൈ ക്യാപ്പ് എന്ത് വരും? സോ പ്ലസ് ആണ്. എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഇസഡ് ക്യാപ്പാണ്. സോ ഐ ഗോട്ട് ഇറ്റ്സ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു വൈയും കൂടെ വരും. ഇതിൻ്റെ കൂടെ എല്ലാം വേണേൽ ഒരു കോമൺ ഒരു കെയും ഒക്കെ ഇടാം. നമുക്കതൊന്നും ഇപ്പോൾ തൽക്കാലം വേണ്ട, നമുക്ക് ഡയറക്ഷനെ കുറിച്ച് മാത്രമേ ഉള്ളൂ ധാരണ. ഇനി ഇതേ കാര്യം എവിടെയും ചെയ്യാം, രണ്ടാമത്തെ കേസ് ചെയ്യാം. ഓക്കെ, ഇത് ഇത്രയും ചെയ്യേണ്ട, വേറൊരു രീതിയിൽ ഞാൻ പറയാം എക്സ്പ്ലനേഷൻ. പക്ഷേ അത് അന്നേരം നമുക്ക് ചിലപ്പോൾ അതൊന്ന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് വരുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കെ ക്രോസ് ആർ അടുത്ത ചെയ്യാം. ഓക്കെ, അടുത്ത കേസിൽ ആർ കെയ്ക്കൊന്നും വ്യത്യാസമില്ല, കാരണം അത് എക്സ് ഡയറക്ഷൻ തന്നെയാണ്. ആറിന് വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ആർ ഹിയർ? ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ആർ വ്യത്യാസമൊന്നുമില്ല, ഇസഡ് ഇസഡ് ക്യാപ്പാണ്. മൈനസ് ഇത് രണ്ടും എന്തായി? പ്ലസ്സിലായി. അതായത് എക്സ് എക്സ് ക്യാപ്പ് പ്ലസ് വൈ വൈ ക്യാപ്പ് എന്ന് വന്നു. ഓക്കെ, സോ ലെറ്റ് മീ കാൽക്കുലേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ കെ ക്രോസ് ആർ. കെ എന്ന് പറയുന്നത് എക്സ് ക്യാപ്പ് ഡയറക്ഷൻ ആണ്. അപ്പോൾ എക്സ് ക്രോസ് ഇസഡ് എന്ന് പറയുന്നത് എഗെയിൻ എന്ത് വന്നു? മൈനസ് വൈ ക്യാപ്പ് ഇൻറ്റു ഒരു ഇസഡ് കൂടെ ഉണ്ടല്ലേ. ദെൻ പ്ലസ് അടുത്ത എന്ത് വരും? സ്റ്റെപ്പും കൂടെ അങ്ങ് എഴുതിപ്പോ അല്ലേ. സോ എക്സ് ക്രോസ് ഇസഡ് ഇസഡ് ക്യാപ്പ് മൈനസ് എക്സ് എക്സ് ക്യാപ്പ് മൈനസ് വൈ വൈ ക്യാപ്പ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ് ക്രോസ് ഇസഡ്, ദാറ്റ് ഈസ് ഇസഡ് മൈനസ് വൈ മൈനസ് ഇസഡ് വൈ ക്യാപ്പ് മൈനസ് എക്സ് ക്രോസ് എക്സ് 0. അടുത്ത മൈനസ് എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഇസഡ് ആണ്, പക്ഷേ ഈ മൈനസും കൂടെ ചേർന്ന് ഇവിടെ ഇസഡ് ഉണ്ട്. സോ ഇസഡ് ക്യാപ്പ് പിന്നെ ബാക്കിയുള്ളതൊരു വൈ ഉണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ഇറ്റ്. ഓക്കെ, ഐ ഹോപ്പ് ദർ ഈസ് നോ ഡൗട്ട് ഇൻ ദാറ്റ്. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണം. ഒന്നുമില്ല, ജസ്റ്റ് രണ്ട് എലമെൻറ്റ് ഒരേപോലെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റിനകത്ത് എന്തില്ല, വേണമെങ്കിൽ തൊട്ടുമുമ്പുള്ള സ്റ്റെപ്പ് പോലും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇത് മാത്രം രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ അറിയാം. ദർ ഈസ് നോ, ഇതിനകത്ത് എക്സ് കമ്പോണൻ്റ് ഇല്ല, ഇതിനകത്ത് എക്സ് കമ്പോണൻ്റ് ഇല്ല. സോ ദർ ഈസ് നോ എക്സ് കമ്പോണൻ്റ് ഇൻ ബോത്ത്. അതുകൊണ്ട് ഇനി അത് എഴുതണ്ട. ഇനി ഇത് തമ്മിലൊന്ന് ആഡ് ചെയ്ത് നോക്കിയേ. 1 + 2 എന്ത് കിട്ടും? നമുക്കറിയാം ഇതിനകത്ത് ഇസഡ് കമ്പോണൻ്റ് രണ്ടും ഓക്കെ ഇസഡ് കമ്പോണൻ്റ് ആണ്. അതായത് ഇസഡ് ക്യാപ്പ് ഉള്ള രണ്ടുപേരും എന്ത് ചെയ്തു? ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്ത് വരും? -2z ഇൻറ്റു വൈ ക്യാപ്പ് എന്ന് പറയുന്ന കമ്പോണൻറ്റ്. ഈ -2z വലിയ പ്രസക്തിയൊന്നുമില്ല. എനിവേ എന്ത് കിട്ടി? ഫൈനൽ ആൻസറിൽ എന്ത് മാത്രമേ ഉള്ളൂ? വൈ ക്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ
എന്താണ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി ഈസ് എലോങ് മൈനസ് വൈ ക്യാപ്. ഓക്കെ, എന്നെനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ മൈനസ് വൈ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, മൈനസ് വൈ ക്യാപ്പ് എങ്ങോട്ടാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ വരച്ചാൽ ദിസ് വിൽ ബി, ഒരു സെക്കൻഡ്, ഓക്കെ, ദിസ് വിൽ ബി ഫ്രം ഹിയർ ടു ഹിയർ. ഇതായിരിക്കും ബിയുടെ ഡയറക്ഷൻ. ഓക്കെ, ഇനി ഇതേപോലെ നിങ്ങൾ താഴെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ താഴെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഒരു സെക്കൻഡേ, സോ സെൻറ്റിഗ്രേറ്റർ എന്താണെന്ന് ഓക്കെ മൈനസ് വൈക്കും. ഇനി താഴെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ തിരിച്ച് ഇങ്ങോട്ടും കിട്ടും. ഓക്കെ, സോ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം, തൽക്കാലം അവിടെ ഇരിക്കട്ടെ. എനിവേ മേളിലത്തെ ഡയറക്ഷൻ കിട്ടി, നമുക്ക് മേളിലത്തെ മാത്രം ആദ്യം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇത് വേറെ രീതിയിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമാജിൻ ഇതിനകത്ത് കറണ്ട് ഒഴുകുന്നത്, ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കാരണം ഇതിനകത്ത് ഇതേ ഉള്ളു പാടുള്ള സാധനം. ഇനി അങ്ങോട്ട് ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നുമില്ല, വെറുതെ ഒരു ജസ്റ്റ് ഒരു ലൈൻ ഇൻ്റഗ്രൽ എടുക്കുന്ന പാടേ ഉള്ളൂ. അത് അതിനകത്ത് ഇൻ്റഗ്രേഷൻ ഒന്നും ഇല്ലെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ഇനി അടുത്തത് നമുക്ക് വേണ്ടുന്നത്, നമുക്കിതിനെ വേറൊരു രീതി ചിന്തിച്ച് നോക്കാം. നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നു? ലെറ്റ് ഈ പറഞ്ഞ പോലെ അനലിറ്റിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അനലിറ്റിക്കലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ലെറ്റ് ബി ഹാസ് ആൻ ഇസഡ് കമ്പോണൻറ്റ്. എന്തുണ്ടെന്ന് വിചാരിക്കുക? ഇസഡ് കമ്പോണൻ്റ് ഉണ്ടെന്ന് അങ്ങ് വിചാരിക്കുക. ഓക്കെ, അതായത് നേരെ മുകളിലേക്ക് എന്തുണ്ട്? ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഈ ആറൊക്കെ ഒന്ന് മായ്ക്കുകയാണ്, ഞാൻ ഇനി അത് യൂസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ആ ഫിഗർ ചെയ്യുന്നത് മനസ്സിലാക്കണം, ഒരു സൈഡ് ഇട്ടേക്കാം. ഓക്കെ, അപ്പം ഇസഡ് കമ്പോണൻ്റ് ഉണ്ടെന്ന് അങ്ങ് അസ്യൂം ചെയ്തു. അപ്പോൾ നേരെ മേളിലോട്ടുണ്ടേ. അപ്പോൾ അതായത് ഇതിനകത്തെ കെ എന്ന് പറയുന്ന ആൾ ഇപ്പം എങ്ങോട്ടാണ്? ഇപ്പം ഇങ്ങോട്ടാണ് അല്ലേ, എലോങ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ നമുക്കറിയാം ബിയുടെ എക്സ്പ്രഷൻ ഇതാണ്. ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതിനകത്ത് മേളിലേക്ക് ഒരു കമ്പോണൻ്റ് ഉണ്ടാവുമെന്ന് ഞാൻ അങ്ങ് അസ്യൂം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് ലെറ്റ് ഇപ്പം എങ്ങോട്ടാണ് കറണ്ട് ഒഴുകുന്നത്? കറണ്ട് എക്സ് ക്യാപ്പ് ഡയറക്ഷനിലായിരുന്നപ്പോൾ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന് ഒരു അപ്വേർഡ് കമ്പോണൻ്റ് ഉണ്ട്, അല്ലെ ഇസഡ് കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, ഇസഡ് കമ്പോണൻ്റ് ഉണ്ട്. ഇനി ഞാൻ കറണ്ടിനെ അങ്ങ് തിരിക്കുകയാണ്, അതായത് ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന കറണ്ട് അല്ലെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് പോവുക എന്ന് വെച്ചാൽ മൈനസ് എക്സ് ക്യാപ്പ് ഡയറക്ഷനിൽ പോവുകയാണ്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇത് ബി, കറണ്ടിൻ്റെ ഡയറക്ഷൻ മൈനസ് എക്സ് ക്യാപ്പ് ആയി. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ മൈനസ് എക്സ് ക്യാപ്പ് ആയാൽ ഒബ്വിയസ്ലി ഇതിനകത്തൊരു മൈനസ് സൈൻ വരും. മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യേണ്ടി വരും? നേരെ താഴേക്ക് വരേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മളുടെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പ് എന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇതിങ്ങനെ ഇൻഫൈനൈറ്റ് ലൂപ്പ് അല്ല, ഇൻഫൈനൈറ്റ് പ്ലെയിൻ എന്ന് വിചാരിക്കാം. ഈ ഇൻഫൈനൈറ്റ് പ്ലെയിനിന് എബവ് ഉള്ളൊരു ഫീൽഡിൽ, ഓക്കെ, ആക്ച്വലി ഇത് ഇങ്ങോട്ടൊഴുകിയാലും ഇത് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ അത് ഇങ്ങോട്ടൊഴുകിയാലും ഏത് ഡയറക്ഷനിലേക്ക് ഒഴുകിയാലും ഇവിടുത്തെ ഫീൽഡിനെ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, കാരണം ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസിനെ മാത്രമേ അത് ഡിപ്പെൻഡ് ചെയ്തുള്ളൂ. ദെൻ ഇൻഫൈനൈറ്റ്ലി ലാർജ് ആണ്. ഓക്കെ, ഇൻഫൈനൈറ്റ്ലി ലാർജ് ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു യുണീക്ക് ഡയറക്ഷൻ കീപ്പ് ചെയ്യണം. അതായത് ഇത് അങ്ങോട്ടോ ഇതൊന്നും മൊത്തത്തിൽ തിരിഞ്ഞെന്നും പറഞ്ഞ് ഇതിനെന്ത് സംഭവിക്കില്ല, ഈ ഡയറക്ഷൻ, ഓക്കെ, ഈ അപ്വേർഡ് ഡയറക്ഷൻ മാറില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ എടുക്കാം. കറണ്ട് നേരെ തിരിഞ്ഞാൽ, ഓക്കെ, അതായത് കറണ്ട് മൈനസ് എക്സ് ക്യാപ്പ് ആയാൽ ഫീൽഡ് തിരിയണം. ഈ കറണ്ട് മൈനസ് എക്സ് ക്യാപ്പ് ആവുന്നതിന് ഇക്വലൻ്റ് ആണ് ഈ പ്ലെയിൻ ഒരു റൊട്ടേഷൻ, ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം കറണ്ട് മൈനസ് എക്സ് ക്യാപ്പ് ആകുമ്പോൾ ഫീൽഡ് തിരിയുന്നു എന്ന് പറയുന്നത് ഓക്കെ, ബൈ ഇക്വേഷൻ വൈസ് കറക്റ്റ് ആണ്. പക്ഷേ ഈ പ്ലെയിൻ തിരിയുന്നു എന്നാലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ തിരിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? ദർ വോണ്ട് ബി എനി ചേഞ്ച് ഇൻ ദിസ്. വേറൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഫൈനൈറ്റ്ലി ലാർജ് പ്ലെയിൻ ആണ്, അത് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ഇതേപോലെ രണ്ട് എലമെൻറ്റ് വീണ്ടും എടുക്കാനുണ്ടാവും. നിങ്ങൾക്ക് ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും? ഇതിന് വൈ ഡയറക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇത് തിരിയുന്ന സമയത്ത് ഇസഡ് കമ്പോണൻറ്റിന് മാറ്റം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ എന്ത് മനസ്സിലായി? ഇസഡ് കമ്പോണൻറ്റിന് മാറ്റം ഉണ്ടെങ്കിൽ, ഓക്കെ, സപ്പോസ് ഇഫ് ദർ ഈസ് ആൻ ഇസഡ് കമ്പോണൻറ്റ്, ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പം ഇസഡ് ചേഞ്ച് ചെയ്യണം. ഓക്കെ, ഏത്? മൈനസ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ മാറിയാൽ ഇസഡ് ചേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ സിമെട്രി അനുസരിച്ച് ഇത് കറങ്ങി വരുമ്പോഴും മാറണ്ടേ? ഇത് രണ്ടും കൂടി സംഭവിക്കില്ല. ഓക്കെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ആക്ച്വലി ഫീൽഡ് മാറില്ല, പക്ഷേ കറണ്ട് തിരിഞ്ഞാൽ ഫീൽഡ് മാറും. അതായത് അങ്ങനെ ഒരു കണക്ഷൻ പ്രശ്നം വരുന്നു. അതിനർത്ഥം നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങനെ രണ്ടും വരുന്ന സമയത്ത്
അല്ലെ രണ്ടും കൂടെ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബി ഈസ് ഈക്വൽ ടു 0 എന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ മുകളിലോട്ട് എന്തില്ല, ബി ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 0 ആയിരിക്കും. മുകളിലോട്ട് ഫീൽഡ് ഇല്ല എന്നാണ് അർത്ഥം. അതായത് ഒന്നുകിൽ കറണ്ട് തിരിക്കുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതും സെയിം ആയിട്ട് എടുക്കുന്നു, കൺസിഡർ ചെയ്യുന്നു. കറണ്ട് തിരിക്കുമ്പോൾ ഫീൽഡ് എന്താവണം, നെഗറ്റീവ് ആവണം. പക്ഷേ എൻ്റെ പ്ലെയിൻ മൊത്തത്തിൽ തിരിച്ചു കഴിഞ്ഞാൽ ഫീൽഡ് എന്താവില്ല, നെഗറ്റീവ് ആവുകയില്ല. ആ ഡിസ്ക്രിപ്പൻസി ഒഴിവാക്കണം. അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണം നമ്മുടെ ഏത് അസംഷനാണ്, ഇസഡ് ഡയറക്ഷനിൽ കറണ്ട് ഉണ്ട് എന്നെടുത്തതാണ് പ്രശ്നം. സോ ഇസഡ് ഡയറക്ഷനിൽ എന്തില്ല, കറണ്ട് ഇല്ലെന്നല്ല, ഇസഡ് ഡയറക്ഷനിൽ എന്തില്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ഇസഡ് ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എടുത്തതുകൊണ്ടാണ് ഈ ഡിസ്ക്രിപ്പൻസീസ് വന്നത്. സോ ഐ ആം അവോയ്ഡിങ് ദാറ്റ്. ഓക്കെ, ഇത് കുറച്ചുകൂടെ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഈ രീതിയിൽ കണ്ടുപിടിച്ചാലും മതി. അപ്പം നമുക്ക് ഫൈനലി എന്ത് മനസ്സിലായി, ഇസഡും എക്സിസ്റ്റ് ചെയ്യില്ല, എക്സും എക്സിസ്റ്റ് ചെയ്യില്ല. സോ ദർ ഈസ് ഓൺലി വൈ കമ്പോണൻറ്റ് ഫോർ ദ, ഓക്കെ, ഇറ്റ് ഹാസ് ഓൺലി വൈ കമ്പോണൻറ്റ്. ഓക്കെ, എന്ത് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി, വൈ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ, ഇനി വൈ കമ്പോണൻറ്റ് മാത്രമാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, വി ആർ കൺസിഡറിങ് എ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, ഹിയർ ഇറ്റ് ഹാസ് എ ഡയറക്ഷൻ മൈനസ് വൈ ക്യാപ്പ്. അതേപോലെ നേരെ താഴെ നിങ്ങൾക്ക് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം എന്ത് ചെയ്യും, ഇങ്ങോട്ടുള്ള ഈ ഇസഡ് മാത്രം നെഗറ്റീവ് ആവും. അതിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂ മൊത്തത്തിൽ മാറിയിട്ട്, ഓക്കെ, അതായത് ഈ താഴത്തെ പോയിന്റ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, പി താഴെ എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കുമല്ലോ നെഗറ്റീവ് ആവുന്നത്. ഇത് നെഗറ്റീവ് ആകുമ്പം ഈ എക്സ് ക്രോസ് ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്ന സാധനം എന്തായിക്കോളും, അത് മൈനസ് ആണ്. ദെൻ ഫൈനൽ ആൻസർ എന്താവും, പ്ലസ് ആവും. സോ ദാറ്റ് വിൽ ബി എലോങ് പ്ലസ് വൈ ക്യാപ്പ് ഡയറക്ഷൻ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, വി ആർ കൺസ്ട്രക്റ്റിംഗ് എ ലൂപ്പ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ആംപീരിയൻ ലൂപ്പ് ഇനി വേണം കൺസിഡർ ചെയ്യാൻ. ആംപീരിയൻ ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടം വരെ ഹൈറ്റ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ഞാൻ അത്രയും പൊക്കി വരയ്ക്കുന്നില്ല. ഓക്കെ, ദിസ് ഇസ് ഇറ്റ്. അതായത് ഇതിൻ്റെ പകുതി, ഈ ഹാഫ് പോർഷൻ എവിടെയാണ്, നമ്മുടെ പ്ലെയിനിന് മുകളിലും ഹാഫ് പോർഷൻ എവിടെയാണ്, പ്ലെയിനിന് താഴെയുമായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് എ ലെങ്ത്, ഒരു സൈഡ് എന്താണ്, നിങ്ങളൊരു ഈ ഡയറക്ഷൻ നോക്കിയാൽ മതി. ഓക്കെ, ലെറ്റ് ഇറ്റ് ഹാസ് എ സൈഡ് എൽ ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, ഇത്ര ഹൈറ്റ് വേണമെന്നില്ല, ഇല്ലാതെ എടുത്താലും നമുക്ക് മനസ്സിലാക്കാം. അത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫൈനൈറ്റ്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. എന്തായാലും എബവ് പോയിന്റ് ആണല്ലോ നമുക്ക്. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് എൽ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു റെക്ടാങ്കുലർ ലൂപ്പ് ആണെങ്കിൽ ഇവിടെയും എൽ ആയിരിക്കും, ഇവിടെയും. ഇനി സ്ക്വയർ ലൂപ്പ് ആണെന്ന് അങ്ങ് എടുത്തോളൂ, എങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബി എന്ന് എടുക്കാം. ഓക്കെ, റെക്ടാങ്കുലർ എന്ന് എടുത്താൽ ബി. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ലൂപ്പ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇതെന്ത് ചെയ്തിരിക്കുകയാണ്, ഇങ്ങനെ പകുതി മുകളിൽ ഇത്. ആൻഡ് ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഈ പ്ലെയിൻ എന്താണ്, പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ബി ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ, അതായത് എക്സ് ആക്സിസിൻ്റെ മുകളിൽ വന്ന് നോക്കിയാൽ നിങ്ങൾ എന്ത് കാണും, ദർ വിൽ ബി ആൻ യെല്ലോ ലൈൻ, അല്ലേ, ഇങ്ങനൊരു യെല്ലോ ലൈൻ കാണും. ഓക്കെ, അത് എന്തിൻ്റെ വരെയാണ്, ആ പ്ലെയിനിൻ്റെ വരെയാണ്. എക്സ് ആക്സിസിന് മുകളിൽ നിന്നാണ് നിങ്ങൾ നോക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലൂപ്പ് എങ്ങനെ കാണും, ലൂപ്പിൻ്റെ പകുതി മുകളിൽ പകുതി താഴെ. ഓക്കെ, എക്സാക്ട്ലി ഒരു റെക്റ്റാങ്കുലർ ലൂപ്പ്. ഓക്കെ, ഇതാണ് വരച്ചിരിക്കുന്നത്. ഇത് മുകളിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് ചരിഞ്ഞ് നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ റെക്റ്റാങ്കുലർ ലൂപ്പിലൂടെ എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം, വി ക്യാൻ കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇതാണ് എല്ലിൻ്റെ ഡയറക്ഷനായിട്ട് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വലിയ പാടൊന്നുമില്ല, തീർന്നു ഓൾമോസ്റ്റ്. ഇതേ ഉള്ളൂ ഇതിനകത്തെ പണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 4 എണ്ണം എടുക്കാം. 1 1 2 3 4. ഓക്കെ, 4 സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം ബി ഡോട്ട് ഡി എൽ കാൽക്കുലേറ്റ് ചെയ്യാം, ഐ എൻക്ലോസ്ഡ്, അത് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ബി ഡി എൽ ഓവർ ദ ഫസ്റ്റ് സർഫസ് പ്ലസ് ഇൻ്റഗ്രൽ ബി ഡി എൽ ഓവർ ദ സെക്കൻഡ് സർഫസ് പ്ലസ് തേർഡ് സർഫസ് പ്ലസ് ഫോർത്ത് സർഫസ് അല്ല, സോറി, ലൈൻ. ഓക്കെ, ഈ ലൈൻ ഇങ്ങനെ 4 എണ്ണമാണ് ചെയ്യേണ്ടത്. ആദ്യം ഇതെല്ലാം ബി ഡി എൽ അല്ല, ബി ഡോട്ട് ഡി എൽ ആണ്. ഓക്കെ, ഇവിടെ എല്ലാം ബി ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആദ്യം ഇത് നോക്കാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിലും കൂടെ സ്പ്ലിറ്റ് ചെയ്യണമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ബി മൊത്തത്തിലൊന്ന് നോക്കാം. കാരണം അപ്പം
നമ്മുടെ ബിയുടെ ഡയറക്ഷൻ എന്ത് മാത്രമാണ്? ബി മൈനസ് ആയാലും പ്ലസ് ആയാലും വൈ ക്യാപ്പ് മാത്രമല്ലേ ഉള്ളൂ ഡയറക്ഷൻ. ഡൗട്ടില്ലല്ലോ. പ്ലസ് ഓർ മൈനസ് വൈ ക്യാപ്പ്. ഓക്കെ, ഇത് മാത്രമേ എന്തുള്ളൂ നമ്മുടെ ബിക്ക് ഡയറക്ഷൻ ഉള്ളൂ. ഓക്കെ, അതായത് ഒന്നുകിൽ ടുവേഴ്സ് ദ റൈറ്റ് ഓർ ദ ലെഫ്റ്റ്. ഇനി നമ്മുടെ ബി എങ്ങോട്ടാണ് വരച്ചിരിക്കുന്നത്? ബി എന്ന് പറയുന്ന എലമെൻറ്റ് അപ്വേർഡ് ആണ്. ഓക്കെ, അപ്വേർഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതെങ്ങോട്ടാണ്? ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാണ് അല്ലേ. ഇനി ഇവിടെ വരുമ്പം അതെന്താവും? മൈനസ് ഇസഡ് ക്യാപ്പ് ഡയറക്ഷനിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡോട്ട് എടുക്കുന്നത് ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസഡ് ക്യാപ്പ് മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? വൈ ക്യാപ്പ് ഡോട്ട് ഡി എൽ എങ്ങോട്ടായിരിക്കും? ഇസഡ് ക്യാപ്പ് ആയിരിക്കും. ഏത് ഫസ്റ്റ് ലൂപ്പിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം വൈ ഡോട്ട് ഇസഡ് എന്താണ്? 0 ആണ്. 0. ഓക്കെ, പ്ലസ് അടുത്ത് നോക്കുക. ഇവിടെ ഞാൻ ലൂപ്പ് എടുത്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ടുവേഴ്സ് ദ ലെഫ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ലൂപ്പിന്റെ ഡയറക്ഷൻ എന്താണ്? എൽ ഇൻറ്റു എൽ ആണല്ലോ അതിന്റെ ലെങ്ത്. എൽ ഇൻറ്റു മൈനസ് വൈ ക്യാപ്പ് ബിക്കോസ് ഇറ്റ് ഈസ് ടുവേഴ്സ് ദ ലെഫ്റ്റ്. ഇനി വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഫീൽഡ് ദെയർ? ദാറ്റ് വിൽ ബി സം ബി ഇൻറ്റു മൈനസ് വൈ ക്യാപ്പ് അഗെയിൻ. ഓക്കെ, ഇതായിരിക്കുമല്ലോ ആൻസർ. പറഞ്ഞ് മനസ്സിലായോ? അതായത് ബി ഡോട്ട് ഡി എൽ എടുക്കുന്ന സമയത്ത് എനിക്ക് ജസ്റ്റ് ബി ഡോട്ട് ഡി എൽ എന്നങ്ങ് എടുക്കാം, ഇല്ലെങ്കിൽ വേറൊരു ഇത് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഡി എൽ ഈസ് എലോങ് മൈനസ് വൈ ക്യാപ്പ് ആൻഡ് ബി ഈസ് ഓൾസോ എലോങ് മൈനസ് വൈ ക്യാപ്പ്. സോ അത് തമ്മിൽ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ദാറ്റ് വിൽ ബി വൈ ഡോട്ട് വൈ, ദാറ്റ് ഈസ് 1 എന്ന് എനിക്ക് കിട്ടും. ഓക്കെ, അപ്പം ബി പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? ബി ഇനി പുറത്തെടുത്തിട്ട് ഇൻ്റഗ്രൽ ഡി എൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതിയല്ലോ. മതി. ഇനി തേർഡ് ഒന്ന് ആലോചിച്ച് നോക്കി. തേർഡിനകത്ത് ലൈനിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇസഡ് ക്യാപ്പ് മൈനസ് ഇസഡ് ക്യാപ്പ് ആണ്. മൈനസ് ഇസഡ് ക്യാപ്പും വൈ എന്ത് ഡയറക്ഷൻ ആയാലും ശരി ഡോട്ട് ചെയ്യുമ്പോൾ അതും 0 ആവും. പ്ലസ് ദ ഫോർത്ത് ഡയറക്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഫോർത്ത് ഡയറക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വൈ ക്യാപ്പ് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, വൈ ക്യാപ്പ് ഡയറക്ഷനിലാണ് എന്ത്? എൻ്റെ ലൈൻ എലമെൻറ്റ്, കാരണം ഇവിടുന്ന് റൈറ്റിലേക്കാണ്. സോ വൈ ക്യാപ്പ് ഡോട്ട് വൈ ക്യാപ്പ് എന്തായി? 1 ആയി. അപ്പം പിന്നെ ആകെ ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡി എൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫൈനലി എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു ഇത് ഡി എൽ ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ. ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എല്ലായിരിക്കും. ഓക്കെ, പ്ലസ് അതേപോലെ ഒരു ബി എല്ലും കൂടെ. സോ ദ ടോട്ടൽ ഈസ് 2BL എന്നെനിക്ക് കിട്ടി. ഇനി എനിക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദ റൈറ്റ് സൈഡ്, ദാറ്റ് ഈസ് ദ കറണ്ട് എൻക്ലോസ്ഡ്. ഓക്കെ, സോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? I ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ കെ ഇൻറ്റു ഡി എൽ പെർപെൻഡിക്കുലർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് ഡി എൽ. ഓക്കെ, അതായത് ഇങ്ങനെയാണല്ലോ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ഇതാണ് എൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇത്രയും സ്ഥലത്തൂടെ പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻ്റഗ്രൽ കെ ഇൻറ്റു ഡി എൽ പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ലൈൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണല്ലോ എൻ്റെ ലൂപ്പ്. ഓക്കെ, ഈ ലൂപ്പിനകത്തൂടെ ഇങ്ങനെ കറണ്ട് പോവാണ്. ഓക്കെ, ഇവിടെ ഒരു സർഫസ് ഉണ്ട്. ഈ യെല്ലോ ഒരു സർഫസ് ആയിട്ട് എനിക്ക് മനസ്സിൽ വിചാരിക്കാം. യെല്ലോ ഒരു സർഫസ് ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്തൂടെ ആ സർഫസിനെ ക്രോസ് ചെയ്ത് കറണ്ട് പോയിക്കൊണ്ടിരിക്കാം. ആ കറണ്ട് പോകുന്നത് എത്രയും ലെങ്ത്തിലൂടെയാണ്, അല്ലെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതല്ലേ. സോ എൽ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദിസ് വിൽ ബി എക്സാക്ട്ലി ദിസ് എൽ. ഓക്കെ, കാരണം ഇങ്ങനെയാണ് ക്രോസ് ചെയ്ത് പോകുന്നത്. നമ്മൾ നേരത്തെ വരച്ച ഫിഗർ ഒന്നുകൂടെ നോക്കിയാൽ ഓക്കെ, ഇതെല്ലാണെങ്കിൽ ഇതും എന്തായിരിക്കും? എല്ല് തന്നെ ആയിരിക്കും. അപ്പം കറണ്ട് പോകുന്ന എന്താണ്? ഇവിടുത്തെ കറണ്ട് പോകുന്ന ഡയറക്ഷൻ വരച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഇങ്ങനെയല്ലേ. ഇത് ഈ എൻ്റെ മേളി വരയ്ക്കണം. അപ്പം ഇങ്ങനെ വരികയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ക്രോസിങ്. ഓക്കെ, അങ്ങനെ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എപ്പോഴും കെയും ഡി എൽ പെർപെൻഡിക്കുലറും, ദാറ്റ് ഈസ് കെ ഇൻറ്റു കെ എന്താണ്? ഓക്കെ, ഇതിനെയാണ് നമ്മൾ മാറ്റിയിട്ട് കെ ഡോട്ട് ഡി എൽ എന്നും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കെ ഇൻറ്റു കെയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് കെ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ പെർപെൻഡിക്കുലർ. ദാറ്റ് പെർപെൻഡിക്കുലർ ലെങ്ത് ഈസ് എൽ. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് കെ എൽ എന്നെനിക്ക് എഴുതാം. സോ ഐ ക്യാൻ എൻക്ലോസ്ഡ് ഈസ് കെ എൽ. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? വി ഗോട്ട് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ഓക്കെ, ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു മ്യൂ 0 I എന്നാണ്. ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എനിക്ക് എന്ത് കിട്ടി? 2BL എന്ന് കിട്ടി. മ്യൂ 0 I എന്ന് കിട്ടി. മ്യൂ 0 KL എന്ന് കിട്ടി. L ആൻഡ് L ഗോട്ട് ക്യാൻസൽഡ്. സോ B ഈസ് ഈക്വൽ ടു മ്യൂ 0 K/2 എന്ന് കിട്ടി. സോ മ്യൂ 0 K/2 എന്ന് എനിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ ബി എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു മേളിലും താഴെയും ബിയുടെ ഡയറക്ഷൻ എന്താണ്? ഡിഫറൻ്റ് ആണ്. ഓക്കെ, സോ മ്യൂ 0 K/2 is the magnitude and its direction is
along minus y cap for x z greater than 0, okay, or above the plane. ഒന്നുകിൽ ഇങ്ങനെ എബവ് എന്നെഴുതാം പ്ലസ് വൈ ക്യാപ് ബിലോ എന്നെഴുതാം. പക്ഷേ ഈ എബവ് ബിലോ ഒക്കെ എഴുതുന്നൊരു ഭംഗിയില്ലാത്ത സാധനം ആയതുകൊണ്ട് എനിക്ക് അവിടെ അതിന് പകരം എനിക്ക് എന്തെഴുതാം, ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇസഡ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഇസഡ് ലെസ് ദാൻ 0. ഇതാണ് എന്ത്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫൈനൈറ്റ്ലി ലാർജ് ഷീറ്റ്